അമ്മേനെക്കാട്ടി നല്ല അമ്മയാണ് കാണാനങ്ങനെ വെളുത്തിട്ടൊന്നല്ല, മരത്തിട്ടാണ് മൂക്കിന് പല്ലെല്ലാം ഉണ്ട്. അത് മേടിക്കൊന്നും കൊണ്ടോ അതേണ്ടല്ല വരും മോളുന്നേ. അങ്ങനെയാന്ന് വെച്ചാല് കൃഷ്ണനെ പതിക്കാൻ ചെന്നേ ഞാനൊരൊറ്റ പോയിന് മുകളിലേക്ക് ആര് മാറിപ്പോയതാണ്. എന്നോടാ കളി എന്നോടാ കളി. നിങ്ങളെല്ലാം കഴിച്ചോട്ടാ, ആരും കളിക്കൂല. നിന്നെ എനക്ക് വിടാന്ന് തോന്നില്ലാണേ. ഹലോ ഓൾ, വെൽക്കം ടു റൂട്ട്സ് ഓഫ് മലബാർ തെയ്യം സീരീസ് എപ്പിസോഡ് 6. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഉച്ചിട്ട ഭഗവതിയുടെ കഥയാണ്. പരശുരാമനാൽ സ്ഥാപിതമായ 4 പ്രധാന മാന്ത്രിക താന്ത്രിക സമ്പ്രദായങ്ങളിൽ അതിപ്രധാന സ്ഥാനം ഏറ്റിരിക്കുന്നതാണ് കണ്ണൂർ ജില്ലയിലെ ആറളത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ അടിയേരി മഠം. വടക്കൻ കേരളത്തിലെ തെയ്യം പാരമ്പര്യത്തിൽ മന്ത്രശക്തിയും വിശ്വാസവും ഒന്നിച്ചു ചേരുന്ന ഒരു ദേവതയാണ് ഉച്ചിട്ട ഭഗവതി. ഉച്ചിട്ട ഭഗവതിയുടെ പ്രധാന ദേവസ്ഥാനമായി കരുതപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലെ ആളത്ത് സ്ഥിതി ചെയ്യുന്ന അടിയേരി മഠമാണ്. അടിയേരി മഠത്തിൽ ഈ ദേവിയെ ഭക്തർ ആദരവോടെ ഉച്ചിട്ടയമ്മ എന്നാണ് വിളിച്ചു വരുന്നത്. നൂറ്റാണ്ടുകളായി മാന്ത്രിക താന്ത്രിക സമ്പ്രദായങ്ങളിൽ പ്രമുഖ സ്ഥാനമേറ്റിരിക്കുന്ന ഈ മഠം ഉച്ചിട്ടയമ്മയുടെ ശക്തിയാൽ പ്രശസ്തമായ ഒരു പുണ്യസ്ഥാനമാണ്. ഭക്തരുടെ വിശ്വാസപ്രകാരം പുത്രദുഃഖം അനുഭവിക്കുന്നവർക്ക് സുപുത്രന്മാരെ നൽകി അനുഗ്രഹിക്കുന്ന ദേവതയാണ് ഉച്ചിട്ടയമ്മ. അതിനാൽ തന്നെ അനേകം സ്ത്രീകൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ഇഷ്ടദേവതയെ അവൾ അറിയപ്പെടുന്നു. മന്ത്രമൂർത്തികളിലും പഞ്ചമൂർത്തികളിലും പ്രസിദ്ധമായ ദേവതയായ ഉച്ചിട്ടയമ്മ ഭക്തരുടെ ദുഃഖങ്ങളും പ്രാർത്ഥനകളും കേൾക്കുന്ന മാതൃസ്വരൂപമായാണ് ആരാധിക്കപ്പെടുന്നത്. ഈ തെയ്യത്തിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്തെന്നാൽ മറ്റു തെയ്യങ്ങളിൽ കാണുന്ന ദൈവിക ഭാവത്തിന് പകരം മാനുഷ്യഭാവത്തിലാണ് ഈ തെയ്യത്തിൻ്റെ വാമൊഴികൾ പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചിട്ടയമ്മയുടെ വാക്കുകൾ ഭക്തരുടെ ഹൃദയങ്ങളോട് ഏറെ അടുപ്പമുള്ളതായിരിക്കും. ദേവത ഭക്തരുടെ മുന്നിൽ മനുഷ്യനെ പോലെ സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ചെയ്യുന്നു എന്നതാണ് വിശ്വാസം. മന്ത്രശക്തിയും മാതൃസ്നേഹവും ഒരുമിച്ച് ചേരുന്ന ഈ ദേവത ഇന്നും വടക്കൻ കേരളത്തിലെ തെയ്യപ്പാരമ്പര്യത്തിൽ ഭക്തരുടെ വിശ്വാസമായി നിലകൊള്ളുന്നു. ഉച്ചിട്ടയമ്മയെക്കുറിച്ച് വിവിധ കഥകൾ ജനങ്ങളിൽ പ്രചാരത്തിലുണ്ട്. അവയിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു കഥ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടതാണ്. പുരാണങ്ങൾ പറയുന്നതനുസരിച്ച് ശ്രീകൃഷ്ണനെ കൊല്ലാൻ കംസൻ പല ശ്രമങ്ങളും നടത്തിയിരുന്നു. അപ്പോൾ കൃഷ്ണനെ രക്ഷിക്കാൻ യോഗമായ ദേവി ഒരു ദിവ്യമായ ലീല നടത്തി. സൃഷ്ടികർമ്മത്തിൽ മഹാവിഷ്ണുവിനെ സഹായിക്കുന്ന ശക്തിയായ യോഗമായ പല കാലങ്ങളിലായി പല രൂപങ്ങളിൽ അവതരിച്ചുവെന്നാണ് വിശ്വാസം. ആ യോഗമായ ദേവിയുടെ ഒരു അവതാരമായി തന്നെയാണ് ഉച്ചിട്ടയമ്മയെ കരുതുന്നത്. കൃഷ്ണൻ്റെ ജനന സമയത്ത് ദേവകിയുടെ ഗർഭത്തിൽ ജനിച്ച ശ്രീകൃഷ്ണനെ രക്ഷിക്കാൻ യോഗമായ ദേവി മറ്റൊരു രൂപത്തിൽ അവതരിച്ച് കംസനെ വഞ്ചിച്ചു എന്ന് പുരാണങ്ങളിൽ പറയുന്നു. അങ്ങനെ കൃഷ്ണനെ രക്ഷിച്ച ദിവ്യശക്തിയായ യോഗമായ പിന്നീട് പല സ്ഥലങ്ങളിലും പല രൂപങ്ങളിൽ ആരാധിക്കപ്പെട്ടു. വടക്കൻ കേരളത്തിലെ തെയ്യം പാരമ്പര്യത്തിൽ ആ ശക്തിയുടെ അവതാരമായി ആരാധിക്കപ്പെടുന്നത് ഉച്ചിട്ടയമ്മയാണ്. അതുകൊണ്ടുതന്നെ ചില കഥകളിൽ കൃഷ്ണൻ്റെ കൂടപ്പിറപ്പായി ഭഗവതിയെ കാണുന്നു എന്നും വിശ്വാസമുണ്ട്.
കൃഷ്ണൻ്റെ അമ്മയായ ദേവകി തൻ്റെ 8ാമത്തെ പ്രസവത്തിൽ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി എന്ന വാർത്ത കംസൻ അറിഞ്ഞു. ഭാവിയിൽ തനിക്കു നാശം വരുത്തുന്നവൻ ദേവകിയുടെ 8ാമത്തെ കുഞ്ഞായിരിക്കും എന്ന് പ്രവചനം കേട്ടിരുന്നതിനാൽ ആ കുഞ്ഞിനെ കൊല്ലാൻ ദുഷ്ടനായ കംസൻ ഉടനെത്തി. കുഞ്ഞിനെ തൻ്റെ കൈകളിലെടുത്തു കംസൻ അവളെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ അത്ഭുതകരമായ ഒരു സംഭവം അപ്പോൾ നടന്നു. കംസൻ്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയ ആ കുഞ്ഞ് അഗ്നിനക്ഷത്രം പോലെ ആകാശത്തേക്ക് ഉയർന്നു. അവൾ ഒരു ദിവ്യരൂപം ധരിച്ചു കംസൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ആ ദേവി കംസനെ നോക്കി ഉച്ചത്തിൽ അട്ടഹസിച്ച് പറഞ്ഞു, "ഏ ദുഷ്ടനായ കംസ, നിന്നെ നശിപ്പിക്കാൻ ജനിച്ചവൻ ഇതിനകം തന്നെ അമ്പാടിയിൽ വളരുകയാണ്." ഇങ്ങനെ കംസനെ നോക്കി ഉച്ചത്തിൽ അട്ടഹസിച്ചതുകൊണ്ടാണ് ആ ദേവിയെ പിന്നീട് ഉച്ചിട്ട എന്നു വിളിക്കപ്പെടാൻ തുടങ്ങിയെന്നാണ് കഥകൾ പറയുന്നത്. ഉച്ചിട്ടയമ്മയെക്കുറിച്ച് മറ്റൊരു കഥയും ജനങ്ങളിൽ പ്രചാരത്തിലുണ്ട്. അഗ്നിദേവൻ്റെ ദിവ്യജ്യോതിയിൽ നിന്ന് അടർന്നു വീണ ഒരു കനൽ തിളക്കം സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ്റെ ഇരിപ്പിടമായ താമരപ്പൂവിൽ ചെന്നു വീണുവെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ആ ദിവ്യജ്വാലയിൽ നിന്നാണ് അത്യന്തം സുന്ദരിയായ ഒരു ദേവി രൂപം കൊണ്ടത്. ആ ദേവിയെ കണ്ട ബ്രഹ്മാവ് അവളുടെ ദിവ്യശക്തി തിരിച്ചറിഞ്ഞു. പിന്നീട് കാമദേവൻ്റെ സഹായത്തോടെ ആ ദേവിയെ പരമശിവന് സമർപ്പിച്ചു എന്നാണ് കഥ. കാലം കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ അധർമ്മവും ദുരിതങ്ങളും വർദ്ധിച്ചു. അപ്പോൾ ഭൂമിദേവി ദേവന്മാരോട് അപേക്ഷിച്ചു, സൃഷ്ടിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കാൻ ഒരു ദിവ്യശക്തി ഭൂമിയിൽ അവതരിക്കണമെന്ന്. അങ്ങനെ ദേവന്മാരുടെ ആഗ്രഹവും ഭൂമിദേവിയുടെ അപേക്ഷയും അംഗീകരിച്ച് ആ ദേവി ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ അവതരിച്ചു എന്നാണ് വിശ്വാസം. ശിഷ്ടജനങ്ങളെ സംരക്ഷിക്കുകയും ദുരിതങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്ന ആ ദിവ്യശക്തിയെയാണ് പിന്നീട് ഉച്ചിട്ടയമ്മയെ ആരാധിക്കാൻ തുടങ്ങിയത്.
ഉച്ചിറ്റയമ്മയെ അഗ്നിപുത്രിയെ കരുതുന്നതിനാലാണ് ഈ തെയ്യത്തിൽ തീക്കനൽ വാരി കളിക്കുന്നതും തീയിൽ ഇറങ്ങുന്നതും തീയിൽ കിടക്കുന്നതും കാണുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അഗ്നിയിൽ നിന്നും ഉദിച്ച ദിവ്യശക്തിയായതിനാൽ തീയുമായി ബന്ധപ്പെട്ട ഈ ആചാരങ്ങൾ ഉച്ചിറ്റയമ്മ തെയ്യത്തിൻ്റെ പ്രധാന പ്രത്യേകതകളായി കണക്കാക്കപ്പെടുന്നു. ഭക്തരുടെ വിശ്വാസപ്രകാരം സുഖപ്രസവത്തിനായി അനുഗ്രഹം നൽകുന്ന ദേവത കൂടിയാണ് ഉച്ചിറ്റയമ്മ. അതുകൊണ്ട് തന്നെ ഗർഭിണികളായ സ്ത്രീകളും സന്താനപ്രാപ്തി ആഗ്രഹിക്കുന്നവരും ഉച്ചിറ്റയമ്മയെ പ്രത്യേകമായി പ്രാർത്ഥിക്കാറുണ്ട്. ചില വിശ്വാസങ്ങളനുസരിച്ച് ഈ ദേവിയെ പാർവതി ദേവിയുടെ ഒരു സങ്കല്പ രൂപം എന്ന നിലയിലും കരുതപ്പെടുന്നു. ശ്രീ മഹാവിഷ്ണു അതീവ സുന്ദരിയല്ലേ? എല്ലാം ഞാൻ പറയാട്ടോ. എന്റെ അങ്ങനെ വൈക്കുമ്പോ ഈ ആരോ വരാണ്ട് അമ്മേനെക്കാട്ടി നല്ല അമ്മയാണ്. കാണാനങ്ങനെ വെളുത്തിട്ടൊന്നല്ല, മറത്തിട്ടാണ്. മൂക്കിന് പല്ലെല്ലാം ഉണ്ട്. അത് മേടിക്കൊന്നും കൊണ്ടോ എന്റെ കഥയുണ്ടല്ലോ അങ്ങനെ വരും മോളുന്നേ. അങ്ങനെയാന്ന് വെച്ചാല് കൃഷ്ണനെ വധിക്കാൻ ചെന്നേ ഞാനൊരൊറ്റ പോയിന് മുകളിലേക്ക് ആള് മാറിപ്പോയതാണ്. എന്നോടാ കളി എന്നോടാ കളി. നിങ്ങളെല്ലാം കഴിച്ചോട്ടാ, ഒരാളും കഴിക്കൂല. അംശമാണേ ഞാനും പെറ്റ മാതാവിനെ കഴിച്ചാല് പൂച്ചിട്ടുള്ള ഒരു അച്ഛയായിട്ട് കിട്ടുക. സങ്കടൊന്നും പാടെ എന്തിനാ വിളിക്കാത്ത സുന്ദരി, നിന്നെ എനക്ക് വിടാന്ന് വന്നില്ലാണേ.